ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് കേട്ടോ. മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതൊരു പെർക്യൂസിറ്റ് ആയിട്ട് വരുന്നതാണ്, ജസ്റ്റ് ഒരു തിയറി ടോപ്പിക്ക് മാത്രം. ഓക്കെ, പെർക്യൂസിറ്റ് ആണ്, നമുക്കറിയാം. മെഡിക്കൽ ഫെസിലിറ്റികൾ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ പെർക്യൂസിറ്റ് ആയിട്ട് ടാക്സ് ചെയ്യുന്ന ഒരെണ്ണമാണ് മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞിരുന്നു. ദെൻ അതെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റികളാണ് നമ്മൾ കൊടുക്കുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത് എംപ്ലോയീസിന്. അപ്പോൾ ഇത് എംപ്ലോയീസിൻ്റെ കയ്യിൽ ടാക്സബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, മെഡിക്കൽ ഫെസിലിറ്റികൾ ഏതെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ ഫെസിലിറ്റികൾ കൊടുക്കുന്നത് ഏതൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ടാക്സബിൾ ആവുന്നത് എന്നുള്ള കോൺസെപ്റ്റ് ഒരു സെപ്പറേറ്റ് ഒരു തിയറി ആയിട്ട് മാത്രം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഏതെങ്കിലുമൊക്കെ എംപ്ലോയീസിൻ്റെ റിലേറ്റീവ്സിനോ അതല്ലെങ്കിൽ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെഡിക്കലായിട്ടുള്ള എന്തെങ്കിലും ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. That is employer's hospital or government hospital or approved hospital. എംപ്ലോയറുടെ ഹോസ്പിറ്റലാവുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാവുക, അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്ന ചില അപ്രൂവ്ഡ് ഹോസ്പിറ്റലുകളുണ്ട്, ആ ഹോസ്പിറ്റലുകളിലാവുക. അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റി റീഇംബേഴ്സ് ചെയ്യണമല്ലോ. റീഇംബേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഒരു ഇത്ര എമൗണ്ടിൻ്റെ മേലെ വരികയാണെങ്കിലൊക്കെ ടാക്സബിൾ ആണ്. അപ്പോൾ ഈ മെഡിക്കൽ ഫെസിലിറ്റി റീഇംബേഴ്സ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് കോൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. ദറ്റ് ഈസ് എംപ്ലോയറുടെ ഹോസ്പിറ്റലാവുക, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാവുക, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഹോസ്പിറ്റലാവുക, ഔട്ട്സൈഡ് ഇന്ത്യയിലാവുക. അപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റി ചിലവരൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് എടുക്കും. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലാവുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്? താഴെ പറയുന്നുണ്ട്, ദ പെർക്യൂസിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ എൻ എംപ്ലോയർ ഇൻ ദ ഫോളോയിങ് ഹോസ്പിറ്റൽ ഓർ ക്ലിനിക് ഇസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. ഓക്കെ, ആ ഒരു പോയിൻ്റ് അവിടെ ശരിക്കും ശ്രദ്ധിക്കാം. മെഡിക്കൽ ഫെസിലിറ്റികൾ ബൈ ആൻ എംപ്ലോയർ, മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ. ഓക്കെ, മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ. എംപ്ലോയിക്ക് മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്. താഴെ പറയുന്ന ഹോസ്പിറ്റലുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അതൊരിക്കലും എന്തല്ല, നോട്ട് ചാർജബിൾ ടു ടാക്സ് ചാർജബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് താഴെ പറയുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ ഓൺഡ് ഓർ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ. ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എംപ്ലോയർ ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ കേട്ടോ. ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ വലിയൊരു കമ്പനി ആണെങ്കിൽ, ചിലപ്പോൾ ടാറ്റയുടെ ഒക്കെ പോലുള്ള കമ്പനികളിൽ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അതെന്തല്ല, ചാർജബിൾ അല്ല. ഹോസ്പിറ്റൽ ഓൺഡ് ഓർ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ. ഹോസ്പിറ്റൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി. ഗവൺമെൻറ് ഹോസ്പിറ്റലാവുക, സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലാവുക, ലോക്കൽ അതോറിറ്റിയുടെ ഹോസ്പിറ്റലാവുക. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും ചാർജബിൾ അല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇഫ് ഇറ്റ് ഈസ് ഓൾസോ റെക്കമെൻഡഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഗവൺമെൻറ് എംപ്ലോയീസിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഫെസിലിറ്റി അവർ തന്നെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. സ്പെസിഫൈഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ എ ഹോസ്പിറ്റൽ അപ്രൂവ്ഡ് ബൈ ദ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. സ്പെസിഫൈഡ് മെഡിക്കൽ ഫെസിലിറ്റികൾ ഏതാണ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അപ്രൂവ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകളിൽ എടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റികളും നോട്ട് ചാർജബിൾ ടു ടാക്സ്. അടുത്തത്, ട്രീറ്റ്മെൻറ്റ് ടേക്കൺ ബൈ ദ എംപ്ലോയി ഇൻ എ പ്രൈവറ്റ് നഴ്സിംഗ് ഹോം വിച്ച് ഇസ് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു 15,000. ഓക്കെ, അതായത് ട്രീറ്റ്മെൻറ്റ് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൽ എടുക്കാം, എന്നിട്ടത് റീഇംബേഴ്സ് ചെയ്യാം എംപ്ലോയറുടെ കയ്യിൽ നിന്ന്. പക്ഷേ അത് എക്സംപ്റ്റഡ് എത്ര വരെയാണ്? 15,000 വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ,
treatment taken by the employee in a private nursing home which is reimbursed by the employer, it is exempted up to rupees 15,000. എത്ര വരെ exempted ആണ്? 15,000 വരെ exempted ആണ്. And the last, medical insurance premium paid or reimbursed by the employer is not chargeable to tax. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുക, അതല്ലെങ്കിൽ അതുവഴി റീഇംബേഴ്സ് ചെയ്യുക. ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, അത് ഞാൻ റീഇംബേഴ്സ് ചെയ്യുക. ഓക്കെ, അങ്ങനെ റീഇംബേഴ്സ്മെൻറ്റ് നടത്തിയാലും നോട്ട് ചാർജബിൾ ടു ടാക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് എടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റി ആണെങ്കിൽ ദറ്റ് ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അതെന്തല്ല, ടാക്സിന് ചാർജബിൾ അല്ല. അപ്പോൾ ഈ 6 കണ്ടീഷൻ പറഞ്ഞത് ശരിക്കും ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് പറഞ്ഞത് എന്താ, ഹോസ്പിറ്റൽ ഓൺഡ് ഓർ മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ, അതായത് ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും എംപ്ലോയർ ആയിരിക്കണം. ഹോസ്പിറ്റൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റിയുടേതായിരിക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ അത് ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ അതിന് റെക്കമെൻഡ് ചെയ്യപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്പെസിഫൈഡ് മെഡിക്കൽ ഫെസിലിറ്റി അപ്രൂവ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലുകൾ, ദറ്റ് ഈസ് അപ്രൂവ് ചെയ്തത് ആരായിരിക്കണം, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആയിരിക്കണം. ട്രീറ്റ്മെൻറ്റ് എംപ്ലോയി സ്വന്തമായിട്ട് എടുക്കുക, 15,000 രൂപ വരെയുള്ളത് എക്സംപ്റ്റഡ് ആണ്, അത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം റീഇംബേഴ്സ് ചെയ്യപ്പെടുക എംപ്ലോയി, ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുക, അതല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്യുക എംപ്ലോയറുടെ കയ്യിൽ നിന്ന്, അതും എന്തല്ല, നോട്ട് ചാർജബിൾ ടു ടാക്സ്. ഇത്രയാണ് മെഡിക്കൽ ഫെസിലിറ്റി ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എംപ്ലോയർ ഇൻ എംപ്ലോയേഴ്സ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓർ അപ്രൂവ്ഡ് ഹോസ്പിറ്റലിൽ വരുന്ന ഫസ്റ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വരുന്നത് ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അടുത്തത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ, പുറത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മെഡിക്കൽ ഫെസിലിറ്റി ഓർ ട്രീറ്റ്മെൻറ്റ്, ദറ്റ് ഈസ് മെഡിക്കൽ ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്നു. നോക്കൂ, അതിൻ്റെ താഴെ പറയുന്നുണ്ട്, എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ the employer on medical treatment of the employee or any member of the family of such employee outside India is taxable subject to the following conditions given below. ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ആവുക ആർക്ക്, എംപ്ലോയർക്ക്. എന്തിനു വേണ്ടിയിട്ട്? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ എംപ്ലോയി ആവുക, അതല്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും മെമ്പർക്കാവുക. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ഈസ് ടാക്സബിൾ സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ് ഗിവൺ ബിലോ. താഴെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചാർജബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കും. ഫസ്റ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് സച്ച് എംപ്ലോയി ഔട്ട്സൈഡ് ഇന്ത്യ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എംപ്ലോയിക്കാവാം, അതല്ലെങ്കിൽ എംപ്ലോയിയുടെ ഫാമിലി മെമ്പർക്കാവാം ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുന്നത്. Cost on travel of the employee or any member of his family and one attendant who accompanied the patient in connection with treatment outside India. ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുന്നെങ്കിൽ മെമ്പർ, അതായത് മീൻസ് അസസ്സി ആവുക, അസസ്സിയുടെ കൂടെ, അസസ്സിക്കാണ് ട്രീറ്റ്മെൻ്റ് എങ്കിൽ ഒരാളെ പെർമിറ്റഡ് ആണ്. എന്തിന്? കൂടെ പോവാൻ. കോസ്റ്റ് ഓഫ് ട്രാവൽ കൺസിഡർ ചെയ്യണമല്ലോ. കോസ്റ്റ് ഓഫ് ട്രാവൽ കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഞാൻ എൻ്റെ ഫാമിലീൻ്റെ ഒരു 10 പേരെയും കൂടെ കൊണ്ടുപോവാണ്, അവരെയും കൂടി വിദേശത്ത് ഏതായാലും ട്രീറ്റ്മെൻറ്റിന് പോവുകയാണ്, അപ്പം അവരവിടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെയും കൂടെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന് വരുന്ന കോസ്റ്റുകൾ ഫുള്ള് എന്തല്ല, എക്സംപ്റ്റഡ് അല്ല. ഈ ട്രീറ്റ്മെൻറ്റിന് പോകുന്നവർ കൂടെ ഒരാളെ മാത്രം കൊണ്ടുപോവാം, അങ്ങനെ ഒരാൾക്ക് മാത്രം എന്ത് കൊടുക്കാം, എക്സംപ്ഷൻ അലൗഡ് ആണ്. അടുത്ത പോയിന്റ് പറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡ് ഓഫ് ദ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ദ ഫാമിലി ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് സ്റ്റേ ഓഫ് വൺ അറ്റൻഡൻറ്റ് ഹു അക്കമ്പനീസ് ദ പേഷ്യൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് സച്ച് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കോസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ ട്രീറ്റ്മെൻറ്റിന് അവിടെ പോയി നിൽക്കുകയാണെങ്കിൽ അതിന് കോസ്റ്റ് വരുമല്ലോ. ഈ കോസ്റ്റും പറഞ്ഞ പോലെ ഒരാളുടേത് മാത്രം എന്ത് ചെയ്യാം, ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് ടാക്സിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഒരാളെ മാത്രം നമുക്ക് കൂടെ കൊണ്ടുപോയതിൻ്റെ കോസ്റ്റും
ഇൻകം ടാക്സ് അതോറിറ്റി അഡ്ജസ്റ്റ് ചെയ്തോളാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടീഷൻ 3 എണ്ണമാണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ എംപ്ലോയി ആവുക, ഓർ SSC ആവുക, ഓർ എനി ഫാമിലി മെമ്പർ ഓഫ് ദ SSCയുടെ ഫാമിലി മെമ്പർ ആയിരിക്കണം. ഒന്നുകിൽ SSC ആവണം, അതല്ലെങ്കിൽ SSCയുടെ ഫാമിലി മെമ്പർ ആയിരിക്കണം. ദെൻ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ട്രാവൽ 1 അറ്റൻഡൻറ്റിന് മാത്രം ആവാം. ഓക്കെ, ഒരാൾ മാത്രം കൂടെ അക്കമ്പനി ചെയ്ത് പോയാൽ മതി. കോസ്റ്റ് ഓഫ് സ്റ്റേ എബ്രോഡും ഒരാൾക്ക് മാത്രം അപ്ലിക്കബിൾ ആണ്. അതല്ലാതെ 10 പേരെ കൊണ്ടുപോയിട്ട് അവരെ താമസിപ്പിക്കാൻ ഹോട്ടലും ഫുഡും ഇത്രയൊക്കെ ചിലവായി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്ഷൻ എടുത്ത് കാണിക്കാൻ പാടില്ല. ഓക്കെ, ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെത് നമുക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാം. അതിൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുമ്പോൾ 2 കണ്ടീഷനും കൂടിയുണ്ട്. ദറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം പെർക്വിസിറ്റ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് പെർമിറ്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്രയാണോ നമ്മളോട് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറയുന്നത്, ഒഴിവാക്കാൻ പറയുന്നത്, ഓക്കെ, അതുവരെ നമുക്ക് ഒഴിവാക്കാം. പെർക്വിസിറ്റായിട്ട് മീൻസ് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഔട്ട്സൈഡിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂളിൽ പറയുന്നുണ്ടാവും ഇത്ര രൂപ വരെ എക്സംഷനായിട്ട് കാണിക്കാം എന്നുള്ളത്. അത് മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ചുള്ള എമൗണ്ട് മാത്രം പെർക്വിസിറ്റായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാം. രണ്ടാമത്തെ കണ്ടീഷൻ, എക്സ്പെൻഡിച്ചർ ഷാൾ ബി എക്സ്ക്ലൂഡഡ് ഫ്രം പെർക്വിസിറ്റ് ഓൺലി ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് whose gross total income as computed before including therein the expenditure on travelling does not exceed 2 lakh. 2 ലക്ഷത്തിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇത് ഉൾപ്പെടാതെ കേട്ടോ, ഈ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യപ്പെടാതെ 2 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം വരാൻ പാടില്ല. 2 ലക്ഷത്തിൽ കൂടുതൽ ഗ്രോസ് ടോട്ടൽ ഇൻകം വരികയാണെങ്കിൽ ഇതിന് പറഞ്ഞ എക്സംഷൻ അയാൾക്ക് അപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുന്നവർ, ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്ന എമൗണ്ട് എത്രയാണോ അത് മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എവിടെ കൊടുക്കുകയാണെങ്കിൽ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഇൻ ഇന്ത്യയാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് എംപ്ലോയറുടെ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ആവുന്ന കേസുകളിൽ താഴെ പറയുന്ന ഇൻകങ്ങളൊന്നും ആ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും ടാക്സബിൾ അല്ല. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാവുന്ന സമയത്ത് SSC ആവണം, SSCയുടെ ഫാമിലി മെമ്പർ ആവണം. ദെൻ അതേപോലെ തന്നെ ഒരാളെ മാത്രമേ കോസ്റ്റ് ഓഫ് ട്രാവൽ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, ഒരാൾക്ക് മാത്രമേ കോസ്റ്റ് ഓഫ് സ്റ്റേ അബ്രോഡും കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ അതേപോലെ തന്നെ എമൗണ്ട് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. ദെൻ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ കണ്ടീഷൻ ആ വ്യക്തിക്ക് ഈ പെർക്വിസിറ്റ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വരുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പെർക്വിസിറ്റായിട്ട് ഡിഡക്ഷനായിട്ട് കാണിക്കാൻ പാടുള്ളൂ. 2 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് യാതൊരു ഡിഡക്ഷനും പെർക്വിസിറ്റ് എന്നുള്ള പേരിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അലവബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ ശ്രദ്ധിക്കേണ്ടത്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദറ്റ് ഇസ് എ പെർക്വിസിറ്റ്. ഓക്കെ, അപ്പോൾ ആ പെർക്വിസിറ്റിൻ്റെ കേസിൽ അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് പറയുന്ന കോൺസെപ്റ്റാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റിൽ 2 രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദറ്റ് ഇസ് എംപ്ലോയർ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഓർ അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ, അതിൻ്റെ താഴെ പറഞ്ഞ 6 കണ്ടീഷൻ. ദെൻ മെഡിക്കൽ ഫെസിലിറ്റീസ് ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ പറഞ്ഞ 3 കണ്ടീഷനും ദെൻ അതിൻ്റെ താഴെ വരുന്ന സ്പെസിഫിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഈ കോൺസെപ്റ്റാണ് നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റിയുടെ കേസിൽ ഓർക്കേണ്ടത്. നെക്സ്റ്റ് ഒരു സ്പെസിഫിക് ടേം ആയിട്ട് വരുന്ന ഒന്നാണ് ലീവ് ട്രാവൽ കൺസെഷൻ, LTC എന്ന് പറയും. 10(5) അനുസരിച്ച് വരുന്ന ഒരു ടേം ലീവ് ട്രാവൽ കൺസെഷൻ എന്താണ് നോക്കാം. This exemption is available to Indian as well as foreigners as per direct tax law.
ഈ എക്സംഷൻ അവൈലബിൾ ആവുന്നത് ഇന്ത്യൻസിനും ആസ് വെൽ ആസ് ഫോറിനേഴ്സിനും. ഇന്ത്യൻസിനും അവൈലബിൾ ആണ്, ഫോറിനേഴ്സിനും അവൈലബിൾ ആണ്. ഏതനുസരിച്ച്? ആസ് പെർ ഡയറക്റ്റ് ടാക്സ് ലോ അനുസരിച്ച്. വാല്യൂ ഓഫ് എനി ട്രാവൽ കൺസെഷൻ or assistance received or due to an individual from his employer for himself and his family in connection with proceeding on leave to any place in India. എന്താണ് ശരിക്കും ഈ കൺസെഷൻ എന്ന് പറയുന്നത്? വാല്യൂ ഓഫ് എനി ട്രാവൽ കൺസെഷൻ, ഏതെങ്കിലും ഒരു ട്രാവൽ കൺസെഷൻ അല്ലെങ്കിൽ അസിസ്റ്റൻസ് റിസീവ് ചെയ്യുക ഡ്യൂ ടു ആൻ ഇൻഡിവിജ്വലിന് ഫ്രം ഹിസ് എംപ്ലോയറിൽ നിന്ന് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കൺസെഷൻ. ആർക്കൊക്കെ? അയാൾക്കും അയാളുടെ ഫാമിലിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇൻ കണക്ഷൻ വിത്ത് പ്രൊസീഡിങ്സ് ഓൺ ലീവ് ടു എനി പ്ലേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏത് സ്ഥലത്തേക്കും ലീവുള്ള സമയത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കൺസെഷനെയാണ് നമ്മൾ ശരിക്കും എന്തെന്ന് പറയുന്നത്? ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. താഴെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്, വാല്യൂ ഓഫ് എനി ട്രാവൽ കൺസെഷൻ ഓർ അസിസ്റ്റൻസ് റിസീവ്ഡ് ഓർ ഡ്യൂ ടു ആൻ ഇൻഡിവിജ്വൽ ഫ്രം ഹിസ് എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ ഫോർ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി ഇൻ കണക്ഷൻ വിത്ത് പ്രൊസീഡിംഗ് ഓൺ ലീവ് ടു എനി പ്ലേസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഫ്രം സർവീസ് or after the termination of service is fully exempt subject to certain conditions. അതായത് ഇപ്പം നമ്മൾ വേറെ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അവർക്ക് അവരുടെ ജോലി കഴിഞ്ഞു, ഇവിടെ ഇത്ര കാലമേ അവർക്കുള്ളൂ, ഒരു കണ്ടീഷനിൽ ഇത്ര കാലം ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സ്റ്റേറ്റിലേക്ക് വന്നത്. അതിനുശേഷം അവരിനിയിപ്പോൾ ചിലപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് ആവും പോകുന്നുണ്ടാവുക. അപ്പോൾ അവിടെ വരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്? കൺസെഷൻ കിട്ടുന്നത് എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് കൺസെഷൻ കിട്ടുന്നത്. അത് അയാൾക്ക് മാത്രമല്ല, അയാളുടെ ഫാമിലിക്കും കൂടി കിട്ടും. അപ്പോൾ ലീവിൽ അവരെന്ത് ചെയ്യാണ്? മീൻസ് ടെർമിനേഷൻ കഴിഞ്ഞു, ലീവിൽ ട്രാവൽ ചെയ്യുന്നതുമാവാം, ദെൻ ടെർമിനേഷൻ ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നതുമാവാം. അതിന് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് കൺസെഷൻ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് 10 Clause 5 അനുസരിച്ച് എക്സംപ്റ്റഡ് ആണ്. The amount exempted shall not exceed the actual amount incurred for travel. എമൗണ്ടിൻ്റെ എക്സംഷൻ എത്ര മാത്രമേ വരുള്ളൂ? എത്രയാണോ അവർക്ക് ട്രാവലിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ആ കോസ്റ്റ് മാത്രമാണ് അവർക്ക് എന്തായിട്ട് കൊടുക്കുന്നത്? LTC, അതല്ലെങ്കിൽ ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ള പേരിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ? ആസ് പെർ സെക്ഷൻ 10 Clause 5 അനുസരിച്ച് ഏതെങ്കിലും ഒരു എംപ്ലോയി ഇന്ത്യയിൽ മാത്രം യാത്ര ചെയ്യുക, അതല്ലെങ്കിൽ ഫോറിനിലേക്ക് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഫോറിൽ നിന്നൊരാൾ ഇന്ത്യയിലേക്ക് വരിക, ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു എംപ്ലോയറിൽ നിന്ന് എന്തെങ്കിലും കൺസെഷൻ അയാൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ളത്. അയാൾക്ക് മാത്രമല്ല, അയാളുടെ ഫാമിലിക്കും കൂടി എന്ത് ചെയ്യാം? ഈ കൺസെഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലുള്ള ഒരാളെ വിദേശത്തേക്ക് ജോലിക്ക് പറഞ്ഞയച്ചു ഇന്ത്യൻ എംബസി ഓർ ഗവൺമെൻറ്. അപ്പോൾ എന്താണ്, അയാൾക്ക് അവിടെ നിന്ന് തിരിച്ച് അയാളുടെ ആ ഒരു സർവീസ് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ കൺസെഷൻ ആര് കൊടുത്തു എന്നിരിക്കും? ഇന്ത്യൻ ഗവൺമെൻറ് ഫോറിൻ ഗവൺമെൻറ് വഴി എന്ത് ചെയ്തു എന്നിരിക്കും? ചിലപ്പോൾ കൺസെഷൻ കൊടുത്തു എന്നിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോറിനേഴ്സിന് ഇന്ത്യയിലേക്ക് വരെ ട്രാവൽ ചെയ്യാനുള്ള കൺസെഷൻ എമൗണ്ട് ഡിഡക്ഷനായിട്ട് കാണിക്കാവുന്നതാണ്. ഏത് പേരിൽ? ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ള പേരിൽ. ഒരു പക്ഷേ അയാൾ മാത്രമായിട്ടാവും അവിടെ പോയി താമസിച്ചിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ അയാളുടെ ഫാമിലിയും കൂടി അവിടെ പോയി താമസിച്ചിട്ടുണ്ടാവും ഇയാളുടെ കൂടെ. അങ്ങനെയാണെങ്കിൽ അയാൾ മാത്രം വരാനല്ല, അയാളുടെ ഫാമിലിയും കൂടി നാട്ടിലേക്ക് വരാനുള്ള എമൗണ്ട് ഗവൺമെൻറ് കൺസെഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആസ് പെർ സെക്ഷൻ 10 Clause 5 അനുസരിച്ച് ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ ആവാം, ഫോർമർ എംപ്ലോയർ ആവാം കേട്ടോ. ഫോർമർ എംപ്ലോയർ എന്നിവിടെ ഉദ്ദേശിക്കാൻ കാരണം ഇപ്പോൾ ചിലപ്പോൾ ടെർമിനേഷന് ശേഷമോ അതല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമോ ആയിരിക്കും ചിലപ്പോൾ അയാൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമർ എംപ്ലോയർ എന്നുള്ള പേരിലാണോ അറിയപ്പെടുക. അപ്പോൾ പിന്നെ പ്രസൻറ്റ് എംപ്ലോയർ ആവാം, അതല്ലെങ്കിൽ ഫോർമർ എംപ്ലോയർ ആവാം. അപ്പോൾ ഫോർമർ എംപ്ലോയറിൽ നിന്നോ അതല്ലെങ്കിൽ പ്രസൻറ്റ് എംപ്ലോയറിൽ നിന്നോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്കും അയാളുടെ ഫാമിലിക്കും, അയാൾക്കും എന്ന് പറഞ്ഞാൽ അസസിക്കും അസസിയുടെ ഫാമിലിക്കും, ഇൻ കണക്ഷൻ വിത്ത് ദ ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഓർ ഫോർ ദ ലീവ് ഫോർ ദ ടൈം ഓഫ് എംപ്ലോയ്മെൻറ്റ്
അങ്ങനെ കൊടുക്കുന്ന ട്രാവലിന് വരുന്ന കൺസെഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഇൻകേർഡ് വിൽ ബി അലൗഡ് ആസ് എ കൺസെഷൻ, ദറ്റ് ഇസ് LTC. എത്രയാണോ ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇതിന് വന്നിട്ടുള്ളത് അതാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ലീവ് ട്രാവൽ കൺസെഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആക്ച്വൽ എമൗണ്ട് എക്സ്പെൻഡിച്ചർ ആയത് മാത്രമാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ലീവ് ട്രാവൽ കൺസെഷനായിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് ആസ് പെർ സെക്ഷൻ 10 ക്ലോസ് 5 അനുസരിച്ച് LTC എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേം ആയിട്ട് വരുന്നതാണ്, ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ്. ഈ ഒരു 2-3 പോയിന്റ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷേ 2 മാർക്കിനൊക്കെ ചോദിച്ചു വന്നിരിക്കാം. ഓക്കെ, എന്താണ് ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ 10 ക്ലോസ് 5 അനുസരിച്ച് ലീവിൽ യാത്ര ചെയ്യാൻ കൊടുക്കുന്ന കൺസെഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.